ഇശലൈക്യം സംഗീത സാഹിത്യവേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പങ്ക്തിയുടെ 11ാമത് എപ്പിസോഡ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഞാൻ അബ്ദുള്ള ബാപ്പു കൂട്ടിലങ്ങാടി. ആകാശ താരകങ്ങൾ കൺചിമ്പി ഒരു പ്രഭാതമെന്ന പുലർക്കാലം തെളിയുകയാണ്. നറുമ്പൂക്കൾ വിതറപ്പെട്ടു കിടക്കുന്ന കിഴക്കിൻ്റെ മണിമേടയിൽ ഉഷസ്സുയരുന്നു. ഇന്നലെ രാവിൽ മയങ്ങിയ ഒരു കന്യക മന്നമേണീറ്റ് ചിന്നിച്ചെതറിയ കാർക്കൂന്തളും പിന്നിലേക്കിട്ടവൾ കെട്ടി മണ്ണിലേക്കൊന്ന് കടാക്ഷിച്ചപ്പോൾ അവൾ മന്നം തുറന്നു മണിവാതിൽ. അപ്പോൾ മാലോകത്തിൽ നീറുന്ന നിശ്വാസം ആ ലോലയെ പുൽകാനെത്തിയ കാര്യമാണ് കവി മെഹർ തൻ്റെ പുലർക്കാലം എന്ന ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. മന്ദമാരുതൻ അവളുടെ ചെവിക്കുള്ളിൽ ചില നേരുകൾ ഉര ചെയ്ത് നീങ്ങിയപ്പോൾ ഉഷസ്സിൻ്റെ മുഖം ഖിന്നതയാൽ തുടുപ്പേറിയെന്നും കവി മെഹർ പറയുന്നു. പിന്നീട് അങ്ങോട്ട് ചോദ്യങ്ങളുടെ ശരമെയ്തുകൊണ്ട് കവി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിപ്ലവം തുളുമ്പുന്ന ആശയങ്ങളാണ് തൻ്റെ വരികളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പാരാകെ ദൈവത്തിൻ സ്വത്തല്ലേ, ഇതിലാരുണ്ട് അവകാശമോരുവാൻ. ദൈവത്തിൻ ഭൂമിയിൽ വേഗത്തിൽ ഒരു സർവോദയത്തിൻ പുലർക്കാലം. കണ്ണീരൊഴുക്കുന്നവർ കേകുവാൻ എന്തേ പൊന്നുഷസേ നീ മുതിരാത്തു എന്നാണ് ഉഷസ്സിനോട് കവി ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു തുടങ്ങുന്ന കവി അവസാനമായി ഉഷസ്സിനോട് ചോദിക്കുന്നത് തൻ്റെ ഗാനത്തിൽ ഇങ്ങനെയാണ്: ദൈവത്തിൻ ഭൂമിയിൽ വേഗത്തിൽ ഒരു സർവോദയത്തിൻ പുലർക്കാലം. കണ്ണീരൊഴുക്കുന്നോർ കേകുവാൻ എന്തേ പൊന്നുഷസേ നീ മുതിരാത്തു എന്നാണ് കവി ഉഷസ്സിനോട് ചോദിക്കുന്നത്. ഈ പുലർക്കാലം എന്ന കവിത വളരെ വിപ്ലവവീര്യം ഉൾക്കൊള്ളുന്ന വരികളാണ് മെഹർ ഈ ഗാനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പുലർക്കാലം എന്ന മെഹറിൻ്റെ ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ചൊങ്കി മൊഴിക്കവൻ ചൊന്നാനെ എന്ന ഇശലിലാണ് കവി തൻ്റെ പുലർക്കാലം എന്ന ഗാനം രചിച്ചിട്ടുള്ളത്. താരസമൂഹങ്ങൾ കൺചിമ്മി ശുക്ര താരം നഭസീത പൊങ്ങി പൂർവാദിക്കിൽ മണിമേടയിൽ നാറും പൂക്കൾ വിതറിയ ശയ്യയിൽ ഇന്നലെ രാവിൽ മയങ്ങിയൊരുഷ കന്യക മന്നമെണിക്കുന്നു. ചിന്നിച്ചിതറിയ കൂന്തളം വാരി പിന്നിലേക്കിട്ടവൾ കെട്ടുന്നു. മഞ്ഞിലേക്കൊന്നു കടാക്ഷി പോനവൾ മന്നം തുറന്നു മണിവാതിൽ. മാലോകത്തിൻ നീറും നിശ്വാസം അപ്പോൾ ലോലയെ പുൽകുവാനെത്തിയേ. പുഞ്ചിരി പൂക്കുന്ന മുമ്പിലായി നീ നെഞ്ചകം പൊള്ളുന്ന സത്യങ്ങൾ കണ്ടൊരു സാക്ഷിയായി തീരണം ഞങ്ങൾ. കൊണ്ടൊരു യുദ്ധമെന്നോർക്കേണം. മാരുതൻ വന്നു ചെവിക്കുള്ളിൽ മന്നം നേരൂര ചെയ്തവൻ നീങ്ങിയേ. പൊന്നുഷസ്സൊന്നെത്തി നോക്കിയേ മുഖം ഖിന്നതയാൽ തുടുപ്പേറിയേ.
നട്ടെല്ലു പൊട്ടി തകർന്നു പോലെത്ര ചെറ്റപ്പുരകൾ കിടക്കുന്നു. പട്ടിണി തീർത്തുള്ള പാഴ്കുണ്ടിൽ നോക്കൂ, ഞെട്ടറ്റു പുഷ്പങ്ങൾ വീഴുന്നു. കൂരിരുൾ മണിമേടയിൽ നിന്നു ക്രൂരത്വം നൃത്തം ചവിട്ടുമ്പോൾ, ഇന്നലെ രാവിൽ ചതഞ്ഞതാം നാറും പൊന്നാലരല്ലേ ഈ കാണുന്നു. നിദ്ര തന്മാർ തട്ടിൽ ഇന്നലെ രാത്രി നീ പോയി മരുവിയ നേരത്ത്, കുരിരുളിന്റെ കൊട്ടാരത്തിലെത്ര ചോരന്മാർ വന്നുല്ലസിച്ചില്ല. മാടങ്ങൾ പൊട്ടിക്കരയുന്നു, മണി മേടങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു. നിർദ്ദയത്വത്തിന്റെ വേദിയിൽ നിന്നു മർദ്ദകന്മാർ നൃത്തം വെക്കുന്നു. പാരാകെ ദൈവത്തിൻ സ്വത്തല്ലേ ഇതിലാരുണ്ടവകാശമോരുവാൻ. ദൈവത്തിൻ ഭൂമിയിൽ വേഗത്തിൽ ഒരു സർവോദയത്തിൻ പുലർക്കാലം. കണ്ണീരൊഴുക്കുന്നതോർക്കുവാനെന്റെ പൊന്നു ശസനി മുതിരാത്തു. പാവങ്ങൾ തന്റെ പടവാളിൻ സ്വനം പാവികൾക്കായിട്ടുയരണോ. മർദ്ദിത വർഗങ്ങളൊന്നായി ചേർന്നു യുദ്ധക്കളത്തിലിറങ്ങണോ. ചോരപ്പുഴകളൊഴുക്കണോ, ഞങ്ങൾ പാരിന്റെ നെഞ്ചു പിളർക്കണോ. പുഞ്ചിരി പൂക്കുന്ന മുമ്പിലായി നെഞ്ചാകം പൊള്ളുന്ന സത്യങ്ങൾ കണ്ടൊരു സാക്ഷിയായി തീരുവാൻ നിനക്കുണ്ടോ കരുത്ത് കരളീന്. ദൈവത്തിൻ ഭൂമിയിൽ വേഗത്തിലൊരു സർവോദയത്തിൻ പുലർക്കാലം. കണ്ണീരൊഴുക്കുന്നവർക്കേകുവാനെന്റെ പൊന്നുഷസനി മുതിരാത്തു. അവസാന വരികൾ ഒരിക്കൽ കൂടി. ദൈവത്തിൻ ഭൂമിയിൽ വേഗത്തിലൊരു സർവോദയത്തിൻ പുലർക്കാലം. കണ്ണീരൊഴുക്കുന്നവർക്കേകുവാനെന്റെ പൊന്നുഷസനി മുതിരാത്തു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.